ഇന്ന് റെഡി ആയിട്ട് പോകണത് അടയ്ക്കണമെന്നുണ്ട് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിരുന്നിന് പോവുകയാണ്. അതിന് റെഡിയായി നേരത്തെ വരാൻ പറഞ്ഞാണ്. ഞങ്ങൾ 10 മണിയാകുമ്പോൾ അവിടെ എത്തണ പോലെ വരാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10 മണി കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ ദൂരം 2 കിലോമീറ്ററോളം ഉണ്ട്. ഇത് അട്ടപ്പഴം നല്ല ഉള്ളിലാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഞങ്ങളുടെ ആദ്യത്തെ വിരുന്നിന് ഞങ്ങൾ പോയത് സുജിത്തിൻ്റെ അമ്മൻ്റെ ഏട്ടൻ്റെ മക്കളുടെ അടുത്താണ്. ഒരു 3 ആൾക്കാരായിരുന്നു. ഏട്ടൻ്റെ അവിടെയാണ് ഞങ്ങൾ പോയത്. 3 ആൾക്കാർ അടുത്ത് തന്നെയായിരുന്നു. അവിടെ ഒരു 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ കാണാൻ നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങൾ. ഇതിപ്പോൾ മൂത്തേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവനെ ഇഷ്ടമല്ല അവർക്ക് പറഞ്ഞടാ വരുന്നത്. ഇവിടെ ഇരിക്കണല്ലോ, ഞാനും വന്നിരിക്കണുണ്ടോ? നിനക്ക് അങ്ങനെ ബോറടിച്ച് വരാന്ന് ഇരിക്കല്ലേ? അച്ഛൻ എന്തിനാ അയച്ചു വെച്ചത്? നീ വീഴൊന്നുമില്ല, നീ ഡെയിലി കളിക്കും. നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാനുണ്ടോ? പറയില്ല. അത് പൊട്ടിയിടാ. ഇതെന്താ അങ്ങനെ പൊട്ടുന്നൊക്കെ വിളിച്ചത്? ഞാൻ അവിടുത്തെ പിള്ളേരുമായിട്ട് പെട്ടെന്ന് നല്ല കമ്പനി ആയിട്ടോ. പിന്നെ 1 മണിക്കാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. ബിരിയാണിയും ചിക്കൻ കറി, പിന്നെ പൂരി, നെയ്ച്ചോറ്, പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞതും വന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമില്ല ലൊക്കേഷൻ. വീഡിയോ ആണ്. അവിടെ നിന്ന് ഒരു 3 മണിയായതും ഞങ്ങൾ ഇറങ്ങി നേരെ പാറയിലോട്ട് വന്നിട്ട് 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതിന് നേരെ നീ എവിടേക്കാടാ പോണത്? എന്നെ ഡീന്നൊക്കെ വിളിക്കണോ? അത് ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചതല്ല. ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അതിന് മുന്നേ കുറച്ച് സമയം കൊണ്ട് അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, സമയമുള്ളത് കൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ശ്രീദേവി തിയേറ്ററിലോട്ടാണ് കേട്ടോ പോയത്. വിടുതലൈ 2 പോയത്. വിടുതലൈ 1 കണ്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അതുകൊണ്ട് 2 വന്നപ്പോൾ ഒരു കാണാനൊരു ആഗ്രഹം, അതുകൊണ്ട് പോയതായിരുന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് വന്നിട്ട് ഞായറാഴ്ചയാണ് എടുക്കുന്നത് ഈ വീഡിയോ. പിന്നെ തിങ്കളാഴ്ച തൊട്ട് വർക്കിന് പോകില്ല, അതുകൊണ്ട് പറ്റില്ല പറഞ്ഞിട്ടായിരുന്നു സിനിമയ്ക്ക് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ മൊത്തം സീറ്റും മുകളിലെല്ലാം ഫില്ലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു എന്താണ് ബാക്കിൽ ആരും വന്നില്ല എന്നുണ്ട് വെച്ച് അങ്ങോട്ട് മാറിയിരിക്കുക പറഞ്ഞിട്ട്. പക്ഷേ ഒത്തിരി കഴിഞ്ഞ് സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ വന്ന് സീറ്റ് മൊത്തം ഫുള്ളായി. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂലായതും എന്താണ് ഞാനൊരു പോപ്കോണും എടുത്തു, അവനൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ എൻഡിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങളാ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ സമയം 8:45. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തുമ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞ്. അതിൻ്റെ ഇടയിലൊരു ചായ കുടിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഈ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.